മാലിന്യം ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഡസൻ കണക്കിന് മൃതദേഹം ദിവസവും വന്നടിയുന്ന ഗംഗയാണല്ലോ നമ്മുടെ പുണ്യനദി. എം മുകുന്ദന്റെ ഹരിദ്വാറിൽ മണികൾ മുഴുകുന്നു എന്ന നോവലിലെ വാചകമാണിത്. 90കളിലെ വരികൾ. അത് എഴുതപ്പെട്ട് 3 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇപ്പോഴും പ്രസക്തമാണത് ഈ രാജ്യത്ത്. ഇന്ത്യ നേരിടാൻ പോകുന്ന പ്രതിസന്ധി അതിരൂക്ഷമായ കുടിവെള്ള പ്രശ്നമായിരിക്കും. പ്രാചീന കാലത്ത് പോലും ജലസ്രോതസ്സിനെ ബുദ്ധിപരമായി ഉപയോഗിച്ചിരുന്നു. പക്ഷേ ജലമെന്നത് കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളോട് സഹവസിക്കുന്ന ഒരു വസ്തു മാത്രമാണിപ്പോൾ. US മേരിലാൻഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ അലോക് ഭാർഗവ പറഞ്ഞതാണിത്. മഴ കുറവും മഞ്ഞധികവും, വരൾച്ച, രൂക്ഷമായ കുടിവെള്ള പ്രശ്നം. പല സംസ്ഥാനങ്ങളിലെയും സ്ഥിതി ഇതാണ്. മിക്കയിടത്തും നദിയോ അരുവിയോ മുഖ്യ സ്രോതസ്സാണ്, അല്ലെങ്കിൽ കുഴൽ കിണർ വെള്ളം. സാധാരണക്കാർ ഇത് ശുദ്ധീകരിക്കാതെ കുടിക്കുന്നു. ഫാക്ടറികളിലേതടക്കം പലതരം മാലിന്യങ്ങൾ പുറന്തള്ളുന്ന നദികളിലെ വെള്ളം തിളപ്പിക്കാതെ ഉപയോഗിക്കുന്നു. ചില കുടിവെള്ള കമ്പനികൾ വേണ്ടത്ര ശുദ്ധീകരിക്കാതെ കുപ്പിയിലാക്കിയും വിൽക്കുന്നു. രാസവസ്തുവോ രോഗാണുവോ കലരാനിടയുള്ള വെള്ളം നല്ലൊരു ശതമാനം പേരും കുടിക്കുന്നുണ്ട്. ബീഹാറിലടക്കം കെടുതികളുണ്ട്. അതിലൊന്നാണ് ആഴ്സനിക്കോസിസ്. ചർമ്മരോഗം മുതൽ ക്യാൻസർ വരെ വ്യാവസായിക ഖനന രാസവള കൃഷി മേഖലകളിൽ മലിനജലം രോഗവാഹിനിയാകുന്നു. മണ്ണിലുമുണ്ടത്. ജലസംഭരണികൾ പലതിലും ഉയർന്ന ആഴ്സനിക് ലവണമുണ്ട്. ബംഗാൾ, ബീഹാർ, UPയുടെ പൂർവാഞ്ചൽ, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, അസം. ഇരകൾ പാവപ്പെട്ട മനുഷ്യരാണ്. ഗംഗ, ബ്രഹ്മപുത്ര, പത്മ, മേഘന നദീതടങ്ങളിൽ ആഴ്സനിക് അംശം കൂടുതലാണ്. ഖരഗ്പൂർ IIT പഠനമനുസരിച്ച് രാജ്യത്തെ 20% ആഴ്സനിക് പ്രശ്നങ്ങളുണ്ട്. 25 കോടിയോളം പേർ വിഷാംശം കലർന്ന വെള്ളം കുടിക്കുന്നുമുണ്ട്. 1 ലക്ഷം പേരിൽ ബംഗാളിൽ ആഴ്സനിക്കോസിസ് ഉണ്ടെന്ന പഴയൊരു പഠന റിപ്പോർട്ടുണ്ട്. 8000 പേർക്ക് ബംഗാളിലെ ചില മേഖലകളിൽ ക്യാൻസർ വന്നു. 80കളിലെ ഈ പഠനത്തിൽ നിന്ന് 40 വർഷം കഴിഞ്ഞിട്ടും കൂടിയത് പരിഹാരമല്ല, രോഗമാണ്. കാൺപൂർ മുതൽ കൊൽക്കത്ത വരെയുള്ള ഗംഗാതടങ്ങളിൽ ക്യാൻസർ കൂടുതലാണ്. 5000 ക്യാൻസർ കേസുകൾ കഴിഞ്ഞ 15 വർഷത്തിനിടെ ഈ മേഖലയിൽ അസ്വാഭാവികമായി വർദ്ധിച്ചുവെന്നാണ് പഠനം. ബീഹാർ UP അതിർത്തിയായ ബല്ലിയ, പ്രയാഗ്രാജ്, പൂർവാഞ്ചലിലെ ഗാസിപൂർ, UPയിലെ കൗതിഹാർ താലൂക്കിലെ ഹന്ദിയ രോഗികൾക്ക് ഒരു ക്ഷാമവുമില്ല. ബീഹാറിലെ ഭോജ്പൂരിൽ നിന്ന് 100 കിലോമീറ്റർ അകലെ ഖാനി ഗ്രാമത്തിൽ ത്വക്ക് ക്യാൻസർ വളരെ കൂടുതലാണ്. പട്ന മഹാവീർ ക്യാൻസർ ആശുപത്രിയിലെ ഡോക്ടർ അശോക് ഘോഷും ഡോക്ടർ അരുൺകുമാറും നടത്തിയ പഠനത്തിൽ പട്ന, ബക്സർ, ഭോജ്പൂർ, ഭഗൽപൂർ, വൈശാലി തുടങ്ങിയ മേഖലകളിൽ ക്യാൻസർ കൂടുകയാണ്. പഠിച്ചത് 46,000-ഓളം ഭൂഗർഭജല സാമ്പിളുകൾ വെച്ച്. ഒരു മനുഷ്യന് 67-69 ശരാശരി വയസ്സായുസുണ്ടെങ്കിൽ ആഴ്സനിക് അംശമുള്ള വെള്ളം കുടിക്കുന്നവരുടേത് 55-നും 60-നും ഇടയ്ക്കാണ്. മഹാവീർ ആശുപത്രിയിലേക്ക് എത്തുന്ന ക്യാൻസർ രോഗികളുടെ എണ്ണം ഞെട്ടിപ്പിക്കുന്നതാണ്. ബീഹാറിൽ 18 ജില്ലകളിലും അപകടകരമാണ് സ്ഥിതി. പക്ഷേ ബീഹാർ സർക്കാരും ഡോക്ടർമാരുടെ ഈ പഠന റിപ്പോർട്ട് തള്ളി. ഒരു ബീഹാർ മന്ത്രി പ്രതികരിച്ചത്, ബംഗ്ലാദേശിൽ ഇങ്ങനെ സംഭവിച്ചിരിക്കാം, പക്ഷേ ഇത് ബീഹാറാണ് എന്നാണ്. ക്യാൻസർ വന്നു മരിച്ച ബീഹാർ സ്വദേശി ശ്യാമൾ ദേവിയുടെ മകൻ രാജേന്ദ്ര യാദവ് മാധ്യമങ്ങളോട് പറഞ്ഞു, പട്ടിണിപ്പാവങ്ങളായ ഞങ്ങൾക്ക് കുടിവെള്ളത്തിന് ആകെയുള്ളത് കുഴൽക്കിണറും പുഴയുമാണ്. ഇവിടെ ആകെ ഫാക്ടറികളാണ്. ക്യാൻസർ വന്നാൽ ചികിത്സിക്കാൻ പണമില്ല. ചാകുകയല്ലാതെ എന്താണ് വഴി?
നല്ല വെള്ളം കിട്ടാത്ത മനുഷ്യരുടെ ജീവിതത്തിലെ ഇന്ത്യൻ ഒഴിയാബാധയാണിത്.